നമസ്കാരം. ഹോമിയോപ്പതിക് ഡോക്ടറാണെങ്കിലും ഞങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത് അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് മെഡിസിൻ, പിന്നെ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ, അതുപോലെ തന്നെ സർജറി, ഫോറൻസിക് മെഡിസിൻ, ഇതൊക്കെ സെയിം സിലബസാണ് നമ്മളും പഠിക്കുന്നത് MBBSകാരെ പോലെ. അപ്പോൾ ആധികാരികമായി ഇതിലൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള ആ ഒരു പ്രിവിലേജ് ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങൾ വൈറ്റമിൻസിൻ്റെയും അതെല്ലാ വാല്യൂസും, ഇലക്ട്രോലൈറ്റ്സിൻ്റെയും എല്ലാ വാല്യൂസും പഠിക്കുന്നവരാണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഹോമിയോപ്പതിക് മെഡിസിൻസിൻ്റെ കുറച്ച് ബുക്സ് അതും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരാളിൻ്റെ ന്യൂട്രിഷൻ എങ്ങനെ വേണം എന്നുള്ളത്, അതിനെപ്പറ്റിയുള്ള ആധികാരികമായി സംസാരിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട്. പല വീഡിയോസും കണ്ടു. ഒരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്, അയാൾക്ക് എങ്ങനെ അറിയാം, വൈറ്റമിൻസിനെ പറ്റി എങ്ങനെ അറിയാം? ഞങ്ങൾ വൈറ്റമിൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്. എത്രയാണ് അളവ് ഒരാളിന് ആവശ്യം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഹൈപ്പർ വൈറ്റമിനോസിസിനെ പറ്റി പഠിക്കുന്നുണ്ട്. വൈറ്റമിൻ കുറഞ്ഞാൽ എന്ത് പറ്റും, ഓരോ മിനറലിനെയും അതിൻ്റെ എമൗണ്ട്, അത്യാവശ്യമായിട്ടുള്ള എമൗണ്ട്, അത് കുറയുമ്പോഴുള്ള പ്രശ്നം, അതെല്ലാം ഞങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി വീഡിയോ ഇട്ടുകൂടാ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയുന്നത്? ന്യൂട്രീഷണലായിട്ടുള്ള എല്ലാ കാര്യത്തിനെ പറ്റിയും ഞങ്ങൾക്ക് വീഡിയോസ് ഇടാം. ഹെൽത്തിനെ പറ്റിയും ഞങ്ങൾക്ക് വീഡിയോസ് ഇടാം. ഹോമിയോപ്പതിയുടെ ആ ശാസ്ത്രത്തിൽ വിശ്വസിക്കാത്തവർ വിശ്വസിക്കാതിരിക്കട്ടെ. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചത് അനുസരിച്ച് ഞങ്ങൾക്ക് വീഡിയോസും ഞങ്ങൾക്ക് സംസാരിച്ചും കൂടെ.